സ്റ്റാൻലിയുടെ ഹെവി ഡ്രില്ലാണ്, കോഡ്ലെസ് ഡ്രില്ല്. ഇത് ഒരു കസ്റ്റമർ കൂടെ നമുക്ക് തന്നതാണ്. അവരുടെ ഉപയോഗം എന്ന് പറഞ്ഞാൽ അവർ ഉപയോഗിക്കാതെ വെച്ചിരിക്കുകയായിരുന്നു ഈ മെഷീൻ. ഉപയോഗിക്കാതെ വെച്ച് കേടായി. അതായത് അതിൻ്റെ ഇത് കണ്ടില്ല, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാണ് ഇതിൻ്റെ സ്റ്റിക്കർ പോലും പോയിട്ടില്ല. കണ്ടോ കണ്ടോ, അതുപോലെ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരുന്ന സാധനം. ഇപ്പോൾ അതിൻ്റെ കംപ്ലയിൻറ്റ് പറയുന്നത് കണ്ടോ കണ്ടോ കണ്ടോ, കറക്റ്റായിട്ട് അതിൻ്റെ മോട്ടർ വർക്ക് ചെയ്യുന്നില്ല, സപ്ലൈ ശരിക്കും അവിടെ ചെല്ലുന്നില്ല. ഇതിൻ്റെ മെയിൻ ഇതിനകത്തൊരു സ്വിച്ച് ഉണ്ട്, സ്വിച്ചിൻ്റെ അതിനകത്ത് കണ്ടക്ടർ ഉണ്ട്, നമ്മൾ ഷോർട്ട് ചെയ്യുന്നത്. അതവിടെ ഉപയോഗിക്കാതെ ഇരുന്നിട്ട് ഇപ്പോൾ ഷോർട്ട് ആവുന്നില്ല കണ്ടോ, സപ്ലൈ കയറി പോകുന്നില്ല, ആ രീതിയിലേക്കായി. അപ്പോൾ ഇങ്ങനെയുള്ള മെഷീനുകൾ വാങ്ങിച്ച് ഇത്രയും വിലപിടിപ്പുള്ളതെന്ന് ആലോചിച്ചോണം. ചില്ലറ പൈസയുടെ സാധനമല്ല. ഒരു ഏകദേശം ഒരു ഇതിൻ്റെ ബാറ്ററിക്ക് തന്നെ 7500 രൂപ വിലയുണ്ട്. വെറും ബാറ്ററിക്ക് തന്നെ 7 ആമ്പിയർ ബാറ്ററി, 4 ആമ്പിയർ ബാറ്ററി, 20 വോൾട്ട് 4 ആമ്പിയർ ബാറ്ററിക്ക് തന്നെ 7500 രൂപ വിലയാണ്. ഓർത്തോണം ഈ മെഷീനെ. അപ്പോൾ എങ്ങനെ കളിച്ചാലും ഒരു 10-20,000 അടുത്ത് രൂപയുടെ സാധനമാണിത്. ഇരുന്നിട്ട് വെറുതെ വെച്ച് കേടാക്കാതെ, നിങ്ങൾക്ക് ഉപയോഗമില്ലെങ്കിൽ ഇതിൻ്റെ ബാറ്ററി ഊരി മാറ്റി വെച്ചേച്ച് എവിടെയെങ്കിലും സൂക്ഷിച്ച്, അതായത് ഈർപ്പൊന്നും അടിക്കാത്തടത്ത് മാറ്റി വെക്കണം. ബാറ്ററി ഇതുപോലെ റിമൂവ് ചെയ്തേച്ച് ഈർപ്പം അടിക്കാത്തടത്ത് ഇത് മാറ്റി വെക്കണം. ഈ കസ്റ്റമർ ചെയ്തെന്ന് പറഞ്ഞാൽ ഇതുപോലെ എടുത്താൽ അവർ അലമാരിക്കകത്തെടുത്ത് വെച്ചു. അപ്പോൾ ഈ മഴയും ഇതൊക്കെ അടിച്ചപ്പോൾ ഈർപ്പൊക്കെ അടിച്ച് കണ്ടോ, കണക്ടിവിറ്റി കണ്ടോ കണ്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റുകൾ ധാരാളമായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് സാധാരണ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന ഡ്രിൽ മെഷീനുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്തൊന്ന് ഒരു 5 മിനിറ്റെങ്കിലും ഒന്ന് ഓടിച്ച് ചാൽവാക്കി വെക്കുക. ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റ് കാര്യങ്ങൾ, എന്തെങ്കിലും റിപ്പയർ സംബന്ധമായ കാര്യങ്ങളുണ്ടെങ്കിൽ മേരി മാതാ ടൂൾസ് എന്ന് പറഞ്ഞ തിരുവല്ലയിലുള്ള ഞങ്ങളുടെ കടയുമായി ബന്ധപ്പെടും.